ഇന്നത്തെ റെസിപ്പി കുടംപുളി രസമാണ്. നമുക്കറിയാലോ, കുടംപുളി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. നമ്മൾ കേരളീയർ കൂടുതലും ധാരാളമായിട്ട് കുടംപുളി ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ചും മീൻകറിക്കൊക്കെ കൂടുതലും കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രസം ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം കുടംപുളി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. എന്നതിന് ശേഷം ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുക. ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിടുക. പിന്നെ ഇതിന് വേണ്ടത് മല്ലി, കുരുമുളക്, ജീരകം, വെളുത്തുള്ളി ഇത്രയുമാണ്. ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ചതച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കല്ലിൽ ചതച്ചെടുക്കാം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച പുളി ഉണ്ടല്ലോ, അതിപ്പോൾ ചൂടാറി കാണും. അത് കൈകൊണ്ട് നല്ലോണം ഞെരടി പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ആ വെള്ളം, ഒന്നുകിൽ ആ വെള്ളം നിങ്ങൾക്ക് അരിച്ചൊഴിക്കാം, അല്ലെങ്കിൽ അത് അപ്പാടെ ഒഴിക്കുന്നതിൽ കുഴപ്പമില്ല. ഞാനിതിപ്പോൾ അത് അപ്പാടെ തന്നെയാണ് ഒഴിക്കുന്നത്. കാരണം പുളി അതിൽ ചേർന്നുകൊണ്ടൊരു കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. അതിഷ്ടമില്ലാത്തവർക്ക് അരിച്ചൊഴിക്കാം. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇത് തിളപ്പിക്കാൻ വെക്കാം. തിളച്ച് വരുമ്പോഴേക്കും പിന്നെ അതിൽ ചേർക്കേണ്ടത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി ചേർക്കാം. അതിനുശേഷം നമ്മൾ രസക്കൂട്ട് ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, മല്ലിയും കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടി, ആ ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. അതിനുശേഷം അത് ഒരുപാട് തിളപ്പിക്കേണ്ട, ഒരു 1-2 മിനിറ്റ് തിളച്ചാൽ മതി. 1-2 മിനിറ്റ് അത് തിളച്ചതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് അത് താളിച്ചിടലാണ്. താളിക്കാനായിട്ട് വെളിച്ചെണ്ണ എടുക്കാം, അല്ലെങ്കിൽ നെയ്യ് എടുക്കാം. നെയ്യാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ നെയ്യാണ് എടുക്കുന്നത്. അതിലേക്ക് താളിക്കാൻ എടുക്കുന്നത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയാണ്. ഇത് മൂന്നും കൂടെ വറുത്തിടാം. വറവിട്ടതിന് ശേഷം അല്പം കായപ്പൊടിയും പിന്നെ നമ്മുടെ മല്ലിയിലയും കൂടി തൂക്കിക്കൊടുത്തൊന്ന് മൂടി വെക്കാം. നമ്മുടെ കുടംപുളി രസം റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.